പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പരമ്പരയിൽ വരുന്ന തങ്ങളുടെ കുട്ടിയാണ് അബ്ദുല്ലാഹി ഇബ്നുൽ ഹസൻ ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹും. മഹാനവറുകൾ അലി റളിയല്ലാഹു അൻഹുവിന്റെ മകന്റെ മകനായിട്ട് വരും. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ കൊട്ടാരത്തിന്റെ വാതിൽക്കൽ അവരുടെ ഭരണകാലം നടക്കുമ്പോ പാവപ്പെട്ട ആളുകളായിരുന്നു സയ്യിദന്മാർ. അവരൊക്കെ പാവപ്പെട്ടവരായിരുന്നു, വളരെ പാവപ്പെട്ടവര്, ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവരാ അന്നത്തെ സയ്യിദന്മാർ. ഇന്നത്തെ സയ്യിദന്മാരും മാഷാ അല്ലാഹ്, സയ്യിദന്മാരുടെ വിഷയം നമ്മൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കണേ. ഞാൻ പറയാം, ഇവിടെയൊക്കെ തങ്ങന്മാരുണ്ടോ? നമ്മുടെ ഈസ്റ്റ് കത്തീഡ്രലിലൊക്കെ തങ്ങന്മാരുണ്ട്. ഇവിടെയൊക്കെ താമസിക്കുന്നവരുണ്ടോ? അൽഹംദുലില്ലാഹ്, ഇതൊക്കെ വലിയ ബറക്കത്താണ്. പക്ഷെ എന്താ വിഷയം എന്നറിയങ്ങള്, തങ്ങളല്ലേന്ന് വിചാരിച്ച് ആരും അവർക്കൊന്നും കൊടുക്കൂല. തങ്ങൾക്ക് ഇപ്പൊ സക്കാത്ത് കൊടുക്കാൻ വയ്യല്ലോ എന്ന് വെച്ചാൽ സക്കാത്തിന്റെ പൈസ കൊടുക്കൂല. തങ്ങൾക്ക് എങ്ങനെ ജോലിക്ക് നിർത്തുക? പിന്നെ തങ്ങളോടൊന്നും പറയാൻ പറ്റുമല്ലോ, ജോലിക്ക് നിർത്തൂല. തങ്ങളൊട്ടിക്ക് ഒരു റൂമിൽ ബെഡ് സ്പേസ് ഒക്കെ ഗൾഫിൽ കൊടുക്കും. അള്ളാ, തങ്ങളൊട്ടിനപ്പൊ താഴെ എടുത്ത് നമ്മളെങ്ങനെ മേലെ കിടക്കുക, എവിടെ സ്ഥലമില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ എവിടെയും തള്ളപ്പെടുന്നൊരവസ്ഥ വരുന്നുണ്ട്. ആരാരും ശ്രദ്ധിക്കാതെ പോകുന്നൊരവസ്ഥ വരുന്നുണ്ട്. ചിലവരെ തങ്ങളൊട്ടിനെ എങ്ങനെ ജോലിക്ക് നിർത്തുക? മോശല്ലേ? നമ്മൾ മുതലാളിയായി നിൽക്കുമ്പോ അതുകൊണ്ട് ഇവിടെ ജോലി ഇല്ല എന്ന് പറയും. ഇവർക്ക് ജോലി ചെയ്യണ്ടേ? അവർക്ക് മൈശത്ത് വേണ്ടേ? അവർക്ക് കുടുംബം ഉണ്ടാവില്ലേ? അവരോട് ആ അഭിമാനം കൊണ്ട് അവർക്ക് വല്ലവരോട് ചോദിക്കാൻ പറ്റുമോ? അതുകൊണ്ട് നമ്മുടെ കൂട്ടത്തിലൊക്കെ സയ്യിദന്മാരെ നമ്മുടെ സ്വതക്ക കൊടുത്തെങ്കിലും അതിൽ പാവപ്പെട്ട ആളുകൾ കാണും, നമ്മൾ അവരെ സഹായിക്കണം. അവരുടെയൊക്കെ വല്യപ്പയായി വരുന്ന സയ്യിദന്മാരുടെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ പരമ്പരയിൽ വരുന്ന പ്രഗത്ഭനായ സയ്യിദാണ് അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു തആല അൻഹു. അലി സൈനുൽ ആബിദീൻ എന്നവർ അലി ഇബ്നുൽ ഹുസൈൻ ഇബ്നുൽ അലി ഇബ്നുൽ ഹുസൈൻ ഇബ്നുൽ അലി റളിയല്ലാഹു അൻഹും അജ്മഈൻ. അലി തങ്ങളുടെ മകൻ ഹുസൈൻ, അവരുടെ മകൻ അലി, അവരുടെ മകൻ ഹുസൈൻ, അവരുടെ മകനാണ് സൈനുൽ ആബിദീൻ തങ്ങൾ. മദീനക്കാരായ ആളുകൾക്ക് മദീനയിലെ 100ഓളം വീടുകൾക്ക് രാത്രി വീടിന്റെ വാതിൽക്കൽ പോയി അരിയുടെയും ഗോതമ്പിന്റെയും ചാക്ക് വെച്ചു കൊടുത്തിട്ട് പോരും മഹാനവറുകൾ. നേരം വെളുക്കുമ്പോ വാതിൽ തുറക്കുമ്പോ അരിച്ചാക്കാണ് കാണുക. യാ അല്ലാഹ്, ആരാണിത് കൊണ്ടുവന്നത്? ആളറിഞ്ഞിട്ടില്ലായിരുന്നു. കൊല്ലങ്ങൾ കഴിഞ്ഞ് മഹാനായ അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോ മഹാനവറുകളെ കുളിപ്പിക്കാൻ വേണ്ടി കിടത്തിയപ്പോഴാണ് എത്രയോ മനോഹരമായ തൊലിനിറമുള്ള മഹാനവറുകളുടെ മുതുകിലും തോളിലും പുറത്തുമായി ഒരുപാട് ഭാരം ചുമന്ന അടയാളം കാണുന്നുണ്ട്. ഭാരം ചുമന്ന അടയാളം. റഹ്മാനായ റബ്ബേ, ഈ മഹാൻ ആർക്കാ ഭാരം ചുമന്നിട്ടുണ്ടാവുക? മിനുമിനുത്ത ശരീരത്തിൽ, മഹാനവറുടെ ശരീരത്തിൽ പുറത്തും തോളിലുമായി തഴമ്പ് വന്നിട്ടുണ്ട്. അങ്ങനെയാണ് മദീനയിലെ 100ഓളം വീട്ടുകാർ ഞങ്ങൾക്ക് ഇതുവരെ ഭക്ഷണം തന്നിരുന്ന, ഓരോ മാസവും ഓരോ അരിച്ചാക്കി വീതം തന്നിരുന്ന ഒരാളെ കാണാതെയായിട്ടുണ്ട്. നോക്കുമ്പോൾ മഹാനായ അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു വഫാത്തായതിന്റെ ശേഷമാണ് 100ഓളം വീട്ടുകാർക്ക് അരി കിട്ടാതെയായത്. ആ തങ്ങളാണ് അവിടുത്തെ പാവപ്പെട്ട ആളുകളെ നോക്കിയിരുന്നത്. അപ്പോഴാ മനസ്സിലായത്, മദീനയിൽ ഇരുളുമുറ്റിയാൽ ആരാരും കാണാത്ത നേരത്ത്, ആരും അറിയാതെ അരിച്ചാക്കുകൾ തോളിൽ വെച്ച് പാവപ്പെട്ടവരുടെ വീടുകൾ അന്വേഷിച്ച് അവരുടെ വീടിന്റെ മുന്നിൽ കൊണ്ടുപോയി അരിച്ചാക്ക് വെച്ചു കൊടുക്കുന്ന ജോലി ഈ തങ്ങളാണെന്ന് ചെയ്തിരുന്നത് അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു. എന്തൊരു മഹാൻ, ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ചവർ. അതുകൊണ്ട് ഹബീബിന്റെ കുടുംബത്തെ നമ്മൾ ശ്രദ്ധിക്കുക. അവര് ഉമ്മത്തികളെ ശ്രദ്ധിച്ചവരാണ്, അവർ ഉമ്മത്തികൾക്ക് വേണ്ടി ജീവിച്ചവരാണ്. നമുക്കിപ്പോ പാണക്കാട് സയ്യിദന്മാർ, അവരുടെ ചെറുപ്പക്കാരായ സയ്യിദന്മാർ, നമുക്ക് അടുത്ത് പരിചയമുള്ളവര് സ്വന്തം കുടുംബത്തെ കാണാൻ കിട്ടാത്തവരാ. നാട്ടിൽ ഉദ്ഘാടനായിട്ടും പ്രസംഗമായിട്ടും കട തുറക്കലായിട്ടും വീട് തുറക്കലായിട്ടും പ്രഭാഷണങ്ങൾക്ക് ഉദ്ഘാടനത്തിനായിട്ട് നാടുനീളെ ഓടുകയാണ്. അവരുടെ സ്വന്തം കുടുംബം. പാണക്കാടൊക്കെ ചൊവ്വാഴ്ച എന്ന തങ്ങന്മാരെ കാണാൻ പറ്റുന്നല്ലേ പറയാ. ചൊവ്വാഴ്ച അല്ലാത്ത ദിവസം അവർ നാട്ടിലാണ്. അവരുടെ കുടുംബങ്ങളൊക്കെ എന്റെ കുടുംബത്തെ കണ്ടപ്പോ ഒരു നേരിട്ട് പറഞ്ഞ വിഷയം, ചൊവ്വാഴ്ച കാണാൻ കിട്ടുമെന്ന് വിചാരിക്കും, ചൊവ്വാഴ്ച തങ്ങളൊന്ന് വരണമെങ്കിൽ രാത്രി 12 മണി കഴിയും, ജനങ്ങളൊന്ന് പോയി കിട്ടണ്ടേ. അതാണ് ആകെ ഒരാഴ്ചയിൽ കാണുന്നത്. ബാക്കി നാട്ടുകാരുടെ കൂടെ. ചൊവ്വാഴ്ച 12 മണിക്ക് ശേഷം ഇങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി ഓടുക. നാട്ടിൽ ഓടി നടക്കുക. എത്ര യാത്രകൾ, എത്രയാണ് അവർ ഓടിയെത്തുന്നത്. എവിടെയൊക്കെ ഓരോരുത്തരും സയ്യിദേ നിങ്ങൾ വരണം, അതെന്റെ ആഗ്രഹമാണ്, നിങ്ങളൊന്ന് വരണം. എന്നാ ഞാൻ വരാം, ഞാൻ ഇന്ന സമയത്ത് വരാം.
അതിന്റെ ഇടയ്ക്ക് എത്രയോ സ്ഥലങ്ങളിൽ ഓടിയെത്തേണ്ടതുണ്ട്. അത്രയും ത്യാഗം സഹിച്ച് മഹാനായ മർഹൂം മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അവറുകൾ, നമ്മൾ പറയില്ലേ തങ്ങൾ അവറുകളൊക്കെ നമ്മളാണ് തങ്ങൾക്ക് ആ ഒരു അപകടം വരാൻ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഖദാ ആണ് നമ്മൾ അങ്ങനെ വിശ്വസിക്കേണ്ടത്. പക്ഷെ തങ്ങൾക്കൊരു വിശ്രമം കൊടുക്കാതെ തങ്ങളൊന്ന് വിശ്രമിച്ചോട്ടെ, ഒന്ന് കിടന്നോട്ടെ, തങ്ങളൊന്ന് പുറം നിർത്തി ഒരൽപ്പം വിശ്രമിച്ചോട്ടെ എന്ന് കൊടുക്കാതെ ഓടിക്കുകയായിരുന്നു ഓരോരോ സ്ഥലത്തും. തങ്ങൾക്ക് വിശ്രമം വേണം. സ്പൈനൽ കോഡിന് ചികിത്സ കഴിഞ്ഞ് വന്നപ്പോഴേ തങ്ങളൊന്ന് കിടന്നോട്ടെ, ഇനി വിളിക്കണ്ട, തങ്ങൾ അങ്ങോട്ട് ചെന്ന് കാണാം, അല്ല തങ്ങളൊന്ന് വന്ന് എന്റെ ഒരു സന്ധ്യ കുട്ടിന്റെ ആദ്യത്തെ കല്യാണമല്ല, തങ്ങളൊന്ന് വരുന്ന വേണം. ഇയാൾക്ക് ഇപ്പൊ അടുത്തുനിന്ന് ഫോട്ടോ എടുത്ത് വിടാനായിരിക്കും, നാട്ടുകാരെ ഞെട്ടിക്കാനായിരിക്കും വിളിക്കുന്നത്. മഹാനായ തങ്ങൾ വരും. എന്തിന് നമ്മളിന് കഷ്ടപ്പെടുത്തണം? വിഷമങ്ങൾ നമ്മൾ അറിയണം. സയ്യിദന്മാരെ നമ്മൾ ശ്രദ്ധിക്കണം, അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹു നമ്മുടെ നാടുകളിലെ സയ്യിദന്മാർ, മുത്തുനബിയുടെ ചോര ശരീരത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന മഹത്തുക്കളാണവർ. അവർ നമ്മൾക്കിടയിൽ ഉണ്ടാകുന്നത് ഹബീബിനെ കാണുന്നതിന് തുല്യമല്ലയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെയും നമ്മയും ഹബീബിന്റെ കൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി തരട്ടെ. അല്ലാഹു അവർക്ക് ഇജ്ജത്ത് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ മലബാറിലൊക്കെ പാണക്കാട് എന്ന് പറയുന്ന പോലെയാ കാസർഗോഡ്, നമ്മുടെ വടക്കൻ ജില്ലകളിൽ കുമ്പോൽ സയ്യിദന്മാർ, സയ്യിദ് കുഞ്ഞിക്കോയ തങ്ങളുണ്ട്, സയ്യിദ് അലി തങ്ങളുണ്ട്, അവരുടെ ജ്യേഷ്ഠൻ സയ്യിദന്മാർ, അവരുടെ അനുജൻ സയ്യിദന്മാർ, ആ കുടുംബം കുമ്പോൽ തങ്ങന്മാർ. നമ്മൾ പാണക്കാട് എന്ന് പറയുന്ന പോലെ വടക്കൻ ജില്ലക്കാർക്കുണ്ട് സയ്യിദ് കുമ്പോൽ തങ്ങന്മാർ, സയ്യിദന്മാർ. അള്ളാഹു ആ കുടുംബത്തിന് ഇജ്ജത്ത് കൊടുക്കട്ടെ. അള്ളാഹു അവരെ കാത്തു രക്ഷിക്കട്ടെ. അള്ളാഹു അവർക്ക് ഇജ്ജത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാ സയ്യിദന്മാർക്കും ഒരുപാട് കബീലകൾ നമ്മൾ അറിയാത്തവരുണ്ട്, എത്രയോ കബീലകൾ, എല്ലാം ഹബീബിലേക്ക് ചെന്ന് ചേരുന്നവയാണ്. റസൂലുള്ളാഹി തങ്ങളുടെ കബീലയാണ്. ആ സയ്യിദ് കുടുംബത്തിൽപ്പെട്ട ഒരു മഹാൻ അബ്ദുല്ലാഹി ബിനുൽ ഹസൻ ബിനുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു പാവമായിരുന്നിട്ട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ കൊട്ടാരല്ല, അവരുടെ ഭരണം നടക്കുമ്പോ അധികാര കേന്ദ്രത്തിലേക്ക് മഹാനവറുകളെ കാണാൻ വേണ്ടി വന്നപ്പോ മഹാനവറുകൾ ചോദിച്ചു, അല്ല തങ്ങളെ, നിങ്ങൾ എന്തിനാണ് വന്നത്? ചെറിയ തങ്ങള് കുട്ടിയാണ്, സയ്യിദന്മാരെ കാണുമ്പോൾ വല്ലാണ്ട് ബഹുമാനിക്കണമെന്ന. ചെറിയ കുട്ടിയാണെങ്കിലും ഒരു സയ്യിദ്, 1 വയസ്സുള്ള കുട്ടിയാണെങ്കിലും ആ കുട്ടിയുടെ കൈ പിടിച്ച് ചുംബിക്കണമെന്ന സ്വഹാബത്ത് ചെയ്തിരുന്നു. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു, മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, ഉമർ തങ്ങളുടെ പ്രിയപ്പെട്ട മോൻ മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നബിയുടെ കുടുംബക്കാരനാണ്, സയ്യിദാണ്, തങ്ങളാണ് ഇബ്നു അബ്ബാസ് എന്നവര്. ഹബീബായ തങ്ങൾ വഫാത്താകുമ്പോ ഇബ്നു അബ്ബാസ് എന്നവർക്ക് ഏകദേശം 11 വയസ്സുള്ളൂ. ചരിത്രത്തിലെ ചില രേഖകൾ അങ്ങനെയാ പറയുന്നത്. മഹാനവറുകൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രഗൽഭരായ സ്വഹാബിമാരെ കാണുമ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളെ പോലെയുള്ള, ഉർവത്ത് ഇബ്നു സുബൈർ തങ്ങളെ പോലെയുള്ള, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പോലെയുള്ള സ്വഹാബികളെ കാണുമ്പോ അവരുടെ വാഹനം ശരിയാക്കി കൊടുക്കും. അവര് വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കും, അവരുടെ ചെരുപ്പെടുത്ത് വെച്ചു കൊടുക്കും. അന്നേരമാണ് മഹാന്മാരായ സഹാബിമാർ, ഇബ്നു മസ്ഊദ് എന്നവര്, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവെ പോലെയുള്ള ആളുകൾ, ഇബ്നു അബ്ബാസ് എന്നവരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബമല്ലേ നിങ്ങൾ സയ്യിദല്ലേ, ഞങ്ങളുടെ ചെരുപ്പ് നിങ്ങൾ എടുത്തു വെക്കേ. ഇത് പറഞ്ഞപ്പോ ആ സയ്യിദ് പറയാൻ, ഞങ്ങളുടെ ഉലമാഇനെ കാണുമ്പോൾ ഇങ്ങനെ ചെയ്യണമെന്ന് ഞങ്ങളോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ കുടുംബത്തോട് ഉലമാഇനെ കാണുമ്പോൾ നിങ്ങൾ ബഹുമാനിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് പറഞ്ഞപ്പോ അവർ പറഞ്ഞു, ഇബ്നു അബ്ബാസ് എന്നവരെ, നിങ്ങളുടെ കൈയൊന്ന് നീട്ടിത്തരൂ, അത് പിടിക്കട്ടെ എന്ന് പറഞ്ഞു. കൈ നീട്ടിക്കൊടുത്തു, കൊച്ചു കൈയെ. ആ കൈ പിടിച്ച് ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തെ കാണുമ്പോൾ ഇങ്ങനെ കൈമുത്തണമെന്നും ഞങ്ങളോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് മഹാന്മാരായ സഹാബിമാർ. അതുകൊണ്ടാ നമ്മളത് ചെയ്യുന്നത്. അതുകൊണ്ടാ സയ്യിദന്മാരെ കാണുമ്പോ അവിടെ കൈപിടിച്ച് മുത്തുന്നത് സ്വഹാബികൾ ചെയ്ത പണിയാണ്. ഹബീബായ തങ്ങൾ സയ്യിദന്മാരെങ്ങനെ ചെയ്യണമെന്ന് പഠിപ്പിച്ചു എന്ന് പറഞ്ഞത് ആര്? മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, കിബാറു സ്വഹാബ, സ്വഹാബത്തിലെ പ്രഗൽഭരായ ആളുകൾ. സയ്യിദന്മാർ ഉലമാഇനെ ബഹുമാനിക്കുന്നു, ഉലമാ സയ്യിദന്മാരെ ബഹുമാനിക്കുന്നു. അങ്ങനെയാണ് ഈ ദീൻ. അതുകൊണ്ടാണ് പണ്ഡിതന്മാരുടെ നേതൃത്വവും സയ്യിദന്മാരുടെ നേതൃത്വവും കൂടെയുണ്ടാകുമ്പോഴേ ഈ ഉമ്മത്തിന് വിജയമുണ്ടാകും. രണ്ടും കൂടെ വേണം. സയ്യിദന്മാർ, തങ്ങന്മാർ, ഹബീബായ നബി തങ്ങളുടെ ചോരയിൽ നിന്ന് വന്നവർ, അവരും ഉലമാഉം ഒരുമിച്ച് പോകുമ്പോഴേ
ഈ ഉമ്മത്തിന് അല്ലാഹു സംരക്ഷണം നൽകുകയുള്ളൂ. അല്ലാഹു തആല ആ ഒരു അനുഗ്രഹം ഖിയാമത്ത് നാൾ വരെ കേരളക്കരക്കും ലോക മുസ്ലിമീങ്ങൾക്കും അല്ലാഹു നിലനിർത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സയ്യിദ് അവറുകളെ കണ്ടപ്പോ മഹാനായ ഇബ്നു ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ പേരക്കുട്ടി ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ചോദിച്ചു, എന്തിനാ വന്നത്? എനിക്ക് ഇച്ചിരി പ്രയാസങ്ങളുണ്ട്, അത് നിങ്ങളോട് പറയാൻ വേണ്ടി വന്നതാണ്. ഇസ്ലാമിന്റെ ഭരണാധികാരിയല്ലേ? മഹാനവറുകൾ പറഞ്ഞു, സയ്യിദേ തങ്ങളെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഒരാളെ അയച്ചാ പോരെ, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരില്ലേ? നിങ്ങൾ ഇങ്ങോട്ട് വരികയോ? എന്റെ വാതിലിന്റെ മുമ്പിൽ ഒരു സയ്യിദായ നിങ്ങൾ വന്ന് നിൽക്കുന്നത് അള്ളാഹു കാണുമ്പോ എനിക്ക് നാണം തോന്നുന്നുണ്ട് സയ്യിദേ, അതുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് വരല്ലേ. ആവശ്യമുണ്ടെങ്കിൽ ഒരാളെ പറഞ്ഞു വിട്ടാൽ മതി, ഞാൻ അങ്ങോട്ട് വരാം. സയ്യിദന്മാരുടെ രംഗത്ത് നമ്മൾ അങ്ങോട്ടാ പോവേണ്ടത്. ആരാ പഠിപ്പിക്കുന്നത്? അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ജനങ്ങൾക്ക് സേവനമാണ്, അങ്ങോട്ട് സേവനം. പ്രത്യേകിച്ച് ഹബീബിന്റെ കുടുംബത്തെ കാണുമ്പോ ജനങ്ങൾക്ക് വേണ്ടി അങ്ങോട്ട് ഖിദ്മത്ത് ചെയ്ത് ജീവിക്കുന്ന സ്വഭാവം. ഇയ്യാകും വസ്സുഹ, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ആരും പിശുക്കന്മാരായി മാറരുതേ. ഫഇന്നഹു അഹ്ലക മൻ കാന ഖബലകും, നിങ്ങളുടെ മുൻഗാമികൾ നശിച്ചു പോവാനുണ്ടായ കാരണം അതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ദുശ്ശീലങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അല്ലാഹു സന്തോഷിപ്പിക്കട്ടെ.